എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഡയമെൻഷൻ അനാലിസിസ് എന്നുള്ള ചാപ്റ്റർ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പഠിക്കുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുക, ഡയമെൻഷണൽ അനാലിസിസ്. എന്താണ് ഈ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബേസിക് യൂണിറ്റുകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. XI ബേസിക് യൂണിറ്റുകളുണ്ട്. ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഉണ്ട്. എന്താ ഡിറൈവ്ഡ് യൂണിറ്റ്സ്? കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നവർക്ക് പറയുന്നവരാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് ബേസിക് യൂണിറ്റ്. സിമ്പിളായിട്ട് അത്രയുമാണ് പറയാൻ പറ്റും. മറ്റേ ഡെഫിനിഷൻ ഒക്കെ കുറെ വേറെയൊക്കെ പറയുന്നുണ്ട്. ദ പവർ ടു വിച്ച് ദ ബേസിക് ക്വാണ്ടിറ്റീസ് ആർ, അതൊന്നും വേണ്ട. ഇത്ര നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്രയും മനസ്സിലാക്കുക. റെപ്രസെന്റേഷൻ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് ബേസിക് യൂണിറ്റ് എന്ന് വെച്ചാൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാലോ, നമ്മളിപ്പോൾ ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു കാറിനകത്തെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സാധനങ്ങളുടെ കോമ്പിനേഷനാണ് ഒരു കാർ. ഒരു കാർ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഞാൻ ആ കാറിനെ എടുത്തിട്ട് അതിനെ അഴിച്ച് മാറ്റി എന്നിട്ട് ഇച്ച് കഴിയുമ്പോൾ ഞാൻ പറയാണ് 4 വീലുണ്ട്, 4 ഡോറുണ്ട്, ഇത്ര നട്ടുകളുണ്ട്, ഇത്ര ബോൾട്ടുകളുണ്ട്, എല്ലാം സെപ്പറേറ്റ് ഞാൻ പറയുന്നു. അത് അങ്ങനെ പറയുന്ന പേരാണ് ഡയമെൻഷൻ അനാലിസിസ്. എന്നുവെച്ചാൽ മനസ്സിലായി കാണാൻ ചാൻസ് ഇല്ല. അതായത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എഴുതിയാൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ എത്ര ടൈം മാസ് ഉണ്ട്, മാസ് എത്ര പ്രാവശ്യമുണ്ട്, ലെങ്ത് എത്ര പ്രാവശ്യമുണ്ട്, ടൈം എത്ര പ്രാവശ്യമുണ്ട്, കറണ്ട്, അതായത് ബേസിക് യൂണിറ്റുകൾ 7 ബേസിക് യൂണിറ്റ് ഉണ്ട്, അവരുടെ കോമ്പിനേഷൻ ആയിരിക്കും ബാക്കിയുള്ളവർ. ഈ കിട്ടിയ സാധനത്തെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാറിനെ കാർ എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ഒത്തിരി പാർട്ടുകളുടെ കോമ്പിനേഷൻസ് ആണ്. ഞാൻ അതിനെ എല്ലാം അഴിച്ചിട്ട് ഞാൻ എന്ത് പറഞ്ഞു? ഡോർ 4 എണ്ണം ഉണ്ട്, 4 വീലുണ്ട്, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നു. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് കാറ് കിട്ടുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. എന്നിട്ട് ഞാൻ ഇതിനെ എന്തെഴുതുന്നു? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിൻ്റെ അർത്ഥം ഈ ന്യൂട്ടണകത്ത് മാസ് 1 പ്രാവശ്യമുണ്ട്, ലെങ്ത് 1 പ്രാവശ്യമുണ്ട്, ടൈം 2 പ്രാവശ്യമുണ്ട്. ടൈം 2 പ്രാവശ്യം. അതാണ് സ്ക്വയർ വന്നത്. അതെവിടെയാണ് വരുന്നത്? ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ എന്താണ്? ഇങ്ങനെയാണ് നമുക്ക് അതിന്റെ ആൻസർ വരിക, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ S⁻². അപ്പൊ ഇത് കാണുന്ന ഒരാൾക്ക് എന്ത് മനസ്സിലായിക്കോണം? ന്യൂട്ടണകത്ത് മാസ് 1 പ്രാവശ്യമുണ്ട്, ലെങ്ത് 1 പ്രാവശ്യമുണ്ട്, ടൈം 2 പ്രാവശ്യമുണ്ട്, പക്ഷെ അത് ഡിനോമിനേറ്ററാണ് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ എഴുതാൻ പറ്റുന്നതിന് അതാണ്. അപ്പൊ ഇതിനകത്ത് ആര് മാത്രമേ വന്നിട്ടുള്ളൂ? ലെങ്തും മാസും ടൈമും മാത്രമേ വന്നിട്ടുള്ളൂ. ഇതുപോലെ റെപ്രസെന്റേഷൻ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ബേസിക് യൂണിറ്റ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡയമെൻഷണൽ അനാലിസിസ്. ഞാനത് തുടങ്ങുകയാണ്. ആദ്യമേ നമ്മുടെ ബേസിക് യൂണിറ്റുകളുടെ ഡയമെൻഷൻസ് നമുക്ക് എഴുതാം. ബേസിക് യൂണിറ്റുകളുടെ ഡയമെൻഷൻസ് നമുക്ക് ആദ്യമേ എഴുതാം. മാസിന്റെ ഡയമെൻഷൻ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള M ആണ്. യൂണിറ്റ് അല്ല, ഡയമെൻഷൻ. രണ്ടാമത്തത് ലെങ്തിന്റെ ഡയമെൻഷൻ, അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള L ആണ്. മൂന്നാമത്തത് ടൈമിന്റെ ഡയമെൻഷൻ, അതിന്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള T ആണ്. നാലാമത്തത് ഇലക്ട്രിക് കറണ്ടിന്റെ ഡയമെൻഷൻ, ചില ടെക്സ്റ്റിനകത്തൊക്കെ A എന്ന് എഴുതാറുണ്ട്, ആംബിയറിന്റെ ചിലതിനകത്തൊക്കെ I എന്നും എഴുതാറുണ്ട്. അഞ്ചാമത്തത് ടെമ്പറേച്ചറിൻ്റെത് കെൽവിന്റെ ചിലതിനകത്തൊക്കെ തീറ്റ എന്ന് എഴുതാറുണ്ട്. ഇത്രയും പഠിച്ചാൽ മറ്റേ രണ്ടും വേണ്ട. അപ്പോൾ ദീസ് ആർ ദ ഡയമെൻഷൻസ് ഓഫ് ബേസിക് യൂണിറ്റ്സ്: ലെങ്ത്, മാസ്, ടൈം, കറണ്ട്, ടെമ്പറേച്ചർ. ഇനി ഏത് യൂണിറ്റിനെ കിട്ടിയാലും ഇവരുടെ ടേമിൽ എഴുതി വെക്കണം. M എത്ര, L എത്ര, T എത്ര എന്ന് എഴുതി വെക്കുന്നതിന് പറയുന്ന പേരാണ് ഡയമെൻഷൻ. അപ്പോൾ വാട്ട് ഈസ് ഡയമെൻഷൻ അനാലിസിസ്? റെപ്രസെന്റേഷൻ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ബേസിക് യൂണിറ്റ്. ബേസിക് യൂണിറ്റുകളുടെ ടേമിൽ റെപ്രസെന്റ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡയമെൻഷണൽ അനാലിസിസ്. ഇപ്പൊ ഇത്രയും പേരുടെ ഡയമെൻഷൻ മനസ്സിലായല്ലോ. ഇനി കുറെ അധികം പേരുടെ ഡയമെൻഷൻസ് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് പേരുടെ ഡയമെൻഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക.
നിങ്ങൾക്കറിയാവുന്ന കുറച്ച് ക്വാണ്ടിറ്റികളാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുക. ലെങ്തിൻ്റെത് L, മാസിൻ്റെത് M, ടൈമിൻ്റെത് T. ഏരിയ എന്ന് പറയുമ്പോഴെന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. രണ്ടും ലെങ്ത് ആണല്ലോ, അതുകൊണ്ടാണ് L². വോളിയം എന്ന് പറയുമ്പോഴെന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. മൂന്നും ലെങ്ത് ആയതുകൊണ്ടാണ് അതിൻ്റെ ഡയമെൻഷൻ L3. വെലോസിറ്റി എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് L ആണ്, ബൈ ടൈം. അതിനെ മേളിൽ കൊണ്ടുപോകുമ്പോൾ Lt⁻⁻1. അടുത്തത് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയുടേത് Lt⁻1 ബൈ T. ദാറ്റ് ഈസ് ഈക്വൽ ടു Lt⁻². അതാണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ. ഇനി മൊമെന്റം. മൊമെന്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൊമെന്റം ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റം P ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ ഡയമെൻഷൻ M, വെലോസിറ്റിയുടേത് Lt⁻1. Therefore മൊമെന്റത്തിന്റെ ഡയമെൻഷൻ mLt⁻1. മനസ്സിലാവുന്നുണ്ടേ? അത് കഴിഞ്ഞാൽ അടുത്തത് ഫോഴ്സിന്റെ ഡയമെൻഷൻ. ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു MA, F ഈസ് ഈക്വൽ ടു MA. അപ്പൊ അതിന്റെ ഡയമെൻഷൻ, മാസിന്റെ ഡയമെൻഷൻ M, ആക്സിലറേഷൻ ഡയമെൻഷൻ Lt⁻2. Therefore ഫോഴ്സിന്റെ ഡയമെൻഷൻ mLt⁻2. അടുത്തത് വർക്ക് ഡൺ. വർക്ക് ഡൺ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ ആൾറെഡി നമുക്കറിയാം, mLt⁻2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് L ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു mL²T⁻². ദിസ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് വർക്ക്. ഇതെല്ലാം കാണാതെ പഠിച്ചു വെച്ചേ പറ്റൂ. അതുപോലെ തന്നെ നമുക്ക് അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? എനർജി. എനർജി എന്ന് പറയുന്നത് വർക്ക് തന്നെയാണ്. Therefore എനർജിയുടെ ഡയമെൻഷൻ mL²T⁻2 തന്നെയാണ്. വർക്ക് ആൻഡ് എനർജി ആർ സെയിം. അടുത്ത എന്താണ്? പവർ. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം. അതായത് ഇതേ ബൈ T. ആ T മേളിൽ പോകുമ്പോൾ എന്ത് പറ്റും? mL²T⁻3. ക്ലിയർ ആവുന്നുണ്ടേ? ക്ലിയർ ആവുന്നുണ്ടേ? ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. That is mL²T⁻2 divided by T. That is equal to mL²T⁻3. അതാണ് ഈ കൊടുത്തിരിക്കുക. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മാസ് ബൈ വോളിയം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ദാറ്റ് ഈസ് ഈക്വൽ ടു m/L3. ദാറ്റ് ഈസ് ഈക്വൽ ടു mL⁻3. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്തത് പ്രഷർ. പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ ഡയമെൻഷൻ mL⁻2 ഡിവൈഡഡ് ബൈ L². ഒരു L കൂടെ ക്യാൻസൽ ആയി, ഈ L മുകളിൽ പോകുമ്പോൾ L⁻1. Therefore പ്രഷറിന്റെ ഡയമെൻഷൻ mL⁻1 T⁻. ഇത്രയും നിങ്ങൾ എഴുതി പഠിക്കണം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് ഇത്രയെങ്കിലും, ഇവിടം വരെ എങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചു വയ്ക്കണം. ഇവിടം വരെയെങ്കിലും. അത് കഴിഞ്ഞുള്ളത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. ഫോഴ്സിൻ്റെത് mL⁻2, വർക്കിൻ്റെത് mL²T⁻2. അത് രണ്ടും വളരെ ഇമ്പോർട്ടൻറ്റ്. ആക്സിലറേഷൻ, വെലോസിറ്റി ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. അപ്പൊ ഇവിടെ എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? റെപ്രസെന്റേഷൻ ഓഫ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻ ടേംസ് ഓഫ് ബേസിക് യൂണിറ്റ്. ബേസിക് യൂണിറ്റുകളുടെ ടേമിൽ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ഡയമെൻഷണൽ അനാലിസിസ്. അപ്പൊ റെപ്രസെന്റേഷൻ ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് പവേഴ്സ് ഓഫ് ബേസിക് യൂണിറ്റ്. ബേസിക് യൂണിറ്റുകളുടെ പവറുകൾ വെച്ചുകൊണ്ട് ഒരു ക്വാണ്ടിറ്റിയെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡയമെൻഷണൽ അനാലിസിസ്. ഈ ഡയമെൻഷണൽ അനാലിസിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഉള്ളതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ എന്ത് നോക്കാം? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ്? ഡയമെൻഷണൽ അനാലിസിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനകത്ത് ഡയമെൻഷണൽ അനാലിസിന്റെ അഡ്വാൻറ്റേജ് പറയുന്നത് 3 അഡ്വാൻറ്റേജ് ആണ്. 1, 2, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. വാലിഡിറ്റി ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷന്റെ വാലിഡിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. വാലിഡിറ്റി ചെക്ക് ചെയ്യാം. ഒരു ഇക്വേഷന്റെ വാലിഡിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. അതെങ്ങനെ ചെക്ക് ചെയ്യും? നോക്കുക. നമ്മൾ ഒരു ഇക്വേഷൻ പറയുകയാണ്. ഞാനങ്ങ് പറയുന്നു,
ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രിൻസിപ്പിളിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. ഹോമോ എന്ന് വെച്ചാൽ ഒരുപോലെയുള്ളത്. ഇപ്പൊ നമ്മൾ പറയുന്നു A is equal to B plus C എന്ന് എഴുതണമെങ്കിൽ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, ബിയും സിയും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ബിയും സിയും ഒരേ യൂണിറ്റ് ആയിരിക്കണം. ലെങ്തിന്റെ കൂട്ടത്തിൽ ലെങ്തേ ആഡ് ചെയ്യാൻ പറ്റൂ, ലെങ്തിന്റെ കൂട്ടത്തിൽ പിന്നെ മാസിനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. 2 കിലോമീറ്റർ പ്ലസ് 3 കിലോമീറ്റർ എത്ര? 5 കിലോമീറ്റർ. 2 കിലോമീറ്റർ പ്ലസ് 2 കിലോഗ്രാം എത്ര? മിണ്ടാൻ പറ്റൂല. അപ്പോൾ നമുക്ക് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ആഡ് ചെയ്യണമെങ്കിൽ അവരുടെ യൂണിറ്റുകൾ രണ്ടും സെയിം ആയിരിക്കണം. ഇനി അപ്പോൾ ഇത് ലെങ്ത് ആണെങ്കിൽ ഇതും ലെങ്ത് ആയിരിക്കണം. ഇത് രണ്ടും ലെങ്ത് ആണെങ്കിൽ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനവും ലെങ്ത് ആയിരിക്കണം. ലെങ്തും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് മാസ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് ഹോമോജിനിറ്റി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണോ? ഒരു ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റ് ആകണമെങ്കിൽ an equation is dimensionally correct എപ്പോഴും only when dimension of this term and this term are same. ഇപ്പൊ ഇങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. A is equal to BC divided by D plus E ഇങ്ങനെ വന്നാൽ ഇതിന്റെ യൂണിറ്റും ബി സി ബൈ ഡിയുടെ യൂണിറ്റും ഇയുടെ യൂണിറ്റും സെയിം ആയിരിക്കണം. അതേ യൂണിറ്റ് തന്നെയായിരിക്കണം എയ്ക്കും. അപ്പൊ എന്താ ഇക്വേഷൻ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്? എന്താണ്? ആൻ ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി കറക്റ്റ് only when dimension of each term on either sides of the equations are same. ഒരു ഇക്വേഷന്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന എല്ലാ ടേമുകളുടെയും, ടേം എന്ന് പറയുമ്പോൾ ഓരോ ലെറ്റർ അല്ല, ഇതാണ് ഒരു ടേം, ഈ ടേമിന്റെയും യൂണിറ്റ് അല്ലെങ്കിൽ ഡയമെൻഷൻ സെയിം ആയിരിക്കണം. അപ്പൊ an equation is dimensionally correct only when the dimension of each term on either sides of the equations are same. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ശ്രദ്ധിക്കുക. നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഞാൻ പറയാൻ പോവാണ്. V is equal to U plus AT. ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ? ഈ ഇക്വേഷൻ ശരിയാകണമെങ്കിൽ വിയുടെ ഡയമെൻഷനും യുവിന്റെ ഡയമെൻഷനും ATയുടെ ഡയമെൻഷനും ഒന്നായിരിക്കണം. This equation is dimensionally correct only when dimension of V is equal to dimension of U is equal to dimension of AT. അപ്പൊ നമുക്ക് നോക്കാം. V എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ LT⁻⁻1. U എന്ന് പറയുന്നതും ഇനിഷ്യൽ വെലോസിറ്റി ആണ്. അവന്റെ ഡയമെൻഷനും LT⁻⁻1. ATയുടെ ഡയമെൻഷൻ എന്താണ്? ആക്സലറേഷന്റെ ഡയമെൻഷൻ LT⁻⁻2 ഇൻറ്റു T⁻1. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു LT⁻⁻1. അതിന്റെ അർത്ഥം വിയുടെ ഡയമെൻഷനും യുവിന്റെ ഡയമെൻഷനും ATയുടെ ഡയമെൻഷനും സെയിം ആണ്. Therefore this equation is dimensionally correct. മനസ്സിലായോ? രണ്ടാമത്തെ വേണമെങ്കിൽ വേറൊന്നും കൂടെ പറയാം. S is equal to UT plus half AT². ഈ ഇക്വേഷൻ ശരിയാണോ? നമുക്ക് നോക്കിക്കളയാം. എസിന്റെ ഡയമെൻഷനും യുടിയുടെ ഡയമെൻഷനും ഹാഫ് AT² ഡയമെൻഷനും സെയിം ആയിരിക്കണം. എസ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അവന്റെ ഡയമെൻഷൻ L. UT എന്ന് പറയുമ്പോൾ വെലോസിറ്റി LT⁻⁻1 ഇൻറ്റു T, ദാറ്റ് ഈസ് ആൾസോ L. ഹാഫ് AT², ഹാഫിന് ഡയമെൻഷൻ ഒന്നുമില്ല. എയുടെ ഡയമെൻഷൻ LT⁻⁻2 ഇൻറ്റു T², ദാറ്റ് ഈസ് ആൾസോ L. അപ്പോൾ എസിന്റെ ഡയമെൻഷനും യുടിയുടെ ഡയമെൻഷനും ഹാഫ് AT² ഡയമെൻഷനും സെയിം ആണ്. Therefore this equation is also dimensionally correct. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാൻ അറിയാം. എന്താ ചെയ്യേണ്ടത്? അപ്പുറം ഇപ്പുറം കിടക്കുന്ന ഓരോ ടേമിന്റെയും ഡയമെൻഷൻസ് സെയിം ആണോ എന്ന് നോക്കുക. സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി ശരിയാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകം പറയാം. ശരിക്കും ഇത് ചെക്ക് ചെയ്യുന്നത് ഇക്വേഷൻ ശരിയാണോ എന്നല്ല ചെക്ക് ചെയ്യുന്നത്, തെറ്റാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതെന്താ സാറേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? തെറ്റാണോ എന്ന് ചെക്ക് ചെയ്താൽ അത് ശരിയാണോ എന്ന് കിട്ടുമല്ലോ എന്നല്ല. ഡയമെൻഷൻ ശരിയാണെന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡയമെൻഷൻ പറയുകയാണ്, നമ്മൾ ഡയമെൻഷനലി ചെക്ക് ചെയ്യുമ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കുക. ഇതാണല്ലോ ഇക്വേഷൻ, നിങ്ങൾക്ക് അറിയാവുന്നത്. ഞാൻ ഇങ്ങനെ എഴുതുന്നു.
S is equal to 5ut plus at square എന്ന് എഴുതുന്നു. ഈ ഇക്വേഷൻ ശരിയാണോ? അല്ല, ഇത് ഇക്വേഷൻ തെറ്റാണെന്ന് നിങ്ങൾക്കറിയാം. S is equal to ut plus half at square ആണ്. ഞാനിവിടെ എഴുതിയ 5ut plus at square. ഹാഫ് കളഞ്ഞു, ഇവിടെ ഒരു 5 അധികം ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഒരാൾ ചോദിക്കുകയാണ് ഈ ഇക്വേഷൻ ശരിയാണോ? ഡയമെൻഷൻ ഉടനെ പറയുകയാണ് എസിന്റെ ഡയമെൻഷൻ എൽ, 5ut ഡയമെൻഷൻ, 5ന്റെ ഡയമെൻഷൻ ഇല്ല, യുവിൻ്റെത് LT⁻⁻1 into t, that is equal to L. അടുത്തത് at സ്ക്വയറിന്റെ ഡയമെൻഷൻ, എൻ്റെത് LT⁻2 into t സ്ക്വയർ, that is equal to L. ഉടനെ ഡയമെൻഷൻ എന്ത് പറയും? ഇത് അടിപൊളി ഇക്വേഷൻ ആണ്, കറക്റ്റ് അടിപൊളി ഇക്വേഷൻ, ഡയമെൻഷനിൽ ഇത് ശരിയാണ്. ആ ഇക്വേഷൻ ശരിയാണോ? അല്ല. അപ്പൊ ഡയമെൻഷൻ ശരിയാണെന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ശരിയാകണമെന്ന് നിർബന്ധമില്ല. പിന്നെ എന്തിനാ സാറേ ചെക്ക് ചെയ്യുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഇക്വേഷൻ ശരിയാണോ എന്നല്ല ചെക്ക് ചെയ്യുന്നത്, തെറ്റാണോ എന്ന്. ഒരു ഡയമെൻഷൻ പറയുകയാണ് ഒരു ഇക്വേഷൻ തെറ്റാണെന്ന് പറഞ്ഞാൽ ആ ഇക്വേഷന് ഉറപ്പ് തെറ്റാണ്, പിന്നെ ശരിയാകില്ല. ഡയമെൻഷൻ ശരിയാണെന്ന് പറഞ്ഞാൽ അത് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഡയമെൻഷൻ ഇത് ശരിയാണെന്ന് പറയുന്നു, പക്ഷെ ഈ ഇക്വേഷൻ തെറ്റാണ്. പക്ഷെ ഡയമെൻഷൻ തെറ്റാണെന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ പിന്നെ ജന്മത്ത് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ശരിയാണോ എന്നല്ല ചെക്ക് ചെയ്യുന്നത്, ആൻ ഇക്വേഷൻ ഈസ് ഡയമെൻഷണലി റോങ് എന്ന് ചെക്ക് ചെയ്യും. റോങ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, പോകുന്നു. ശരിയാണെന്ന് പറഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധം ഇല്ല. മനസ്സിലായല്ലോ? ഒരു ഇക്വേഷൻ ശരിയാണെന്ന് പറഞ്ഞാൽ അത് ശരിയാകണമെന്നില്ല, പക്ഷെ തെറ്റാണെന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്, അപ്പൊ ഡയമെൻഷനിൽ ചെക്ക് ചെയ്യുന്നത് തെറ്റാണോ എന്നാണ്, ശരിയാണോ എന്നല്ല. തെറ്റാണെങ്കിൽ അത് തെറ്റ്, ശരിയാണെങ്കിൽ അത് ശരിയാകണമെന്നില്ല. അപ്പൊ നമ്മൾ ഒരെണ്ണം കഴിഞ്ഞു, an equation is dimensionally wrong or right എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് an equation ഒന്ന് കഴിഞ്ഞു. ഇനി നമ്മളുടെ രണ്ടാമത്തേന്ന് വെച്ചാൽ ടു ഡിറൈവ് an equation. ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. നമുക്കറിയാൻ വയ്യാത്ത ഒരു ഇക്വേഷൻ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വെച്ചുകൊണ്ട് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ സാറേ? ഒരു എക്സാമ്പിൾ, നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെ ഞാൻ പറയാം. ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ എടുക്കുന്നു. ഒരു സ്ട്രിങ്ങിന്റെ ലെങ്ത് എൽ, അതിന്റെ എൻഡിൽ ഞാനൊരു മാസിനെ എടുത്ത് കണക്ട് ചെയ്തു. എന്നിട്ട് ഈ പെൻഡുലത്തിനെ ഞാൻ പതുക്കെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ റിലീസ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റി ഇവനെ പിടിച്ച് ഇങ്ങോട്ടേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവരും. അങ്ങനെ ഇവൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്യും. അപ്പൊ ലെങ്ത്, മാസ്, ഇവനെ പിടിച്ചുകൊണ്ടുവരുന്നത് ഗ്രാവിറ്റി. അപ്പോൾ ഒരു പെൻഡുലം എടുത്തു, സൈഡിലേക്ക് ഞാൻ കൊണ്ടുവിട്ടു, കൈവിട്ടപ്പോൾ അവൻ ഇങ്ങിരുന്ന് ഓസിലേറ്റ്. ഇവൻ ഒരു പ്രാവശ്യം പോയി വരാനെടുക്കുന്ന ടൈമിന് പറയുന്ന പേരാണ് പീരീഡ്. ടൈം ടേക്കൺ ഫോർ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി തിരിച്ച് അവിടം വരെ വരണം. ആ ടൈം പീരീഡിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മുടെ അടുത്ത് പറയുകയാണ്. ഡിറൈവ് ആൻ ഇക്വേഷൻ ഫോർ ദ ടൈം പീരീഡ് ഓഫ് ദിസ് സിമ്പിൾ പെൻഡുലം. നല്ലോണം ആലോചിച്ചോളാം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ടൈം പീരീഡിന് എന്തൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കാം? അപ്പം നമ്മൾ ആലോചിച്ചിട്ട് പറഞ്ഞു, ടൈം പീരീഡ് മേ ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത്. ടൈം പീരീഡ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും, ലെങ്തിൻ്റെ എത്ര പ്രാവശ്യം സാർ? എൽ സ്ക്വയർ ആണ്, എൽ ക്യൂബ് ആണ്, അതോ എൽ ആണ്, അതോ 1/L ആണോ, അതോ 1/L സ്ക്വയർ ആണോ? നമ്മൾ എനിക്കറിയത്തില്ല. സാർ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മളിപ്പോൾ പറയുന്നില്ലേ, ഒരു സർക്കിളിന്റെ സർക്കംഫറൻസ് 2πr ആണ്, ഇവന്റെ ഏരിയ πr² ആണ്. ഒരു സ്പിയറിന്റെ വോളിയം 4/3πr³ ആണ്. അപ്പോൾ ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്, ഇവിടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. വോളിയത്തിനകത്ത് r-ന്റെ ക്യൂബാണ് വരിക. അതുപോലെ ഈ ടൈം പീരീഡിനകത്ത് ലെങ്ത് എത്ര പ്രാവശ്യം വരും? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ പറഞ്ഞു ശരി, Lx പ്രാവശ്യം വരുമെന്ന് കരുതാം. എക്സിന്റെ വാല്യൂ 1ഓ 2ഓ 3ഓ -1ഓ -2 എന്ത് വേണോ വരാം. അപ്പൊ ടൈം പീരീഡ് ഓഫ് ദ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത് ഇൻ x ടൈംസ്. ഒരാളായി. അടുത്തത് ടൈം പീരീഡ് ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആൾസോ. മാസിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കാം. എത്ര പ്രാവശ്യം അറിയത്തില്ല, y ടൈംസ്. എക്സിന്റെയും വൈയുടെയൊക്കെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം.
ടൈം പീരീഡ് ഈസ് ആൾസോ ഡിപ്പെൻസ് ഓൺ ഗ്രാവിറ്റി. എത്ര പ്രാവശ്യം അറിയില്ല, Z ടൈംസ്. ഇപ്പൊ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻസ് ഓൺ മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യാം, ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ ചോദിക്കും സാർ ഇവിടെ ആദ്യമേ ലെങ്ത് അല്ലേ എഴുതിയത്? ഞാൻ പറഞ്ഞ അതെ. മാറി ആദ്യമേ മാസമായി പോയാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, കറക്റ്റ് ആൻസർ കിട്ടിക്കോളും. ആദ്യമേ G ആയി പോയാൽ നോ പ്രോബ്ലം, G⁻X എന്ന് ഇവിടെ എഴുതാം, ഒരു പ്രശ്നവുമില്ല. ഞാനിപ്പോ ചുമ്മാ എഴുതിയൊന്നുമില്ല, L⁻XI M⁻Y G⁻Z എന്ന് എഴുതി. അപ്പൊ മൂന്നും കൂടെ ഒന്നിച്ച് എഴുതുമ്പോൾ എന്ത് വരും? ടൈം പീരീഡ് ഡിപ്പെൻസ് ഓൺ L⁻X M⁻Y ആൻഡ് G⁻Z. പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ there is a constant K into L⁻X M⁻Y and G⁻Z. That is equation number 1. ഇനി നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക, ഇസഡിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഇപ്പൊ നമ്മുടെ എയിം എന്താണ്? അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്മൾ ഗസ് ചെയ്തു ടൈം പീരീഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കാം. ടൈം പീരീഡ് മേ ഡിപ്പെൻസ് ഓൺ ലെങ്ത്, മേ ഡിപ്പെൻസ് ഓൺ മാസ്, മേ ഡിപ്പെൻസ് ഓൺ ഗ്രാവിറ്റി. ലെങ്തിന് എത്ര പ്രാവശ്യം എക്സ്, എമ്മിന് എത്ര പ്രാവശ്യം വൈ, ജി എത്ര പ്രാവശ്യം ഇസഡ്. നമുക്കിനി എന്താണ് എയിം? എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും അതിന് എന്ത് ചെയ്യണമെന്നറിയാമോ? ശ്രദ്ധിച്ചോണം. അപ്പുറവും ഇപ്പുറവും കിടക്കുന്നവരുടെ ഡയമെൻഷൻസ് ഇടുക. ഇവിടെ ലെഫ്റ്റിൽ കിടക്കുന്ന ടൈമാണ്, അവിടെ എം ഇല്ല, അപ്പോൾ M⁻0. ഇവിടെ ലെങ്ത് ഇല്ല, അതുകൊണ്ട് L⁻0. ടൈം ഒരു പ്രാവശ്യം T⁻1 ഈസ് ഈക്വൽ ടു K കോൺസ്റ്റന്റ് ആണ്, അതിന് ഡയമെൻഷൻ ഇല്ല, അതിനെ കളഞ്ഞു. ലെങ്തിന്റെ ഡയമെൻഷൻ L⁻X, മാസിന്റെ ഡയമെൻഷൻ M⁻Y. ഗ്രാവിറ്റി ആക്സിലറേഷൻ ആണ്, ആക്സിലറേഷന്റെ ഡയറക്ഷൻ L⁻⁻²Z. പിടികിട്ടുന്നുണ്ടല്ലോ? ഇവിടത്തെ ലെഫ്റ്റിലെയും റൈറ്റിലെയും ഡയമെൻഷൻസ് ഇടുക. ലെഫ്റ്റിൽ ടൈം മാത്രമേ ഉള്ളൂ, മാസ് ഇല്ല, ലെങ്ത് ഇല്ല, ടൈം മാത്രം. റൈറ്റിൽ Kക്ക് ഡയമെൻഷൻ ഇല്ല, L⁻X M⁻Y. G എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ആണ്, അതുകൊണ്ട് L⁻²Z. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ M⁻0 L⁻0 T⁻1 is equal to L⁻X M⁻Y L⁻Z T⁻²Z. That is, it is equal to, ശ്രദ്ധിച്ചോണേ നന്നായിട്ട്, M⁻0 L⁻0 T⁻1 is equal to M⁻Y. ഇവിടെ M ആദ്യമേ കിടക്കുന്നത്, ഞാൻ ഇവിടെ M എഴുതി. ഇത് ഇതും കൂടെ വരുമ്പോൾ L⁻X plus Z, L⁻X into L⁻Z, L⁻X plus Z T⁻²Z. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയാമോ? ഇവന്റെ പവറും കൂടി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ Y is equal to 0. എമ്മിന്റെ പവറുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. അടുത്ത ലെങ്തിന്റെ പവറുകൾ ഇക്വേറ്റ് ചെയ്യുക. X plus Z is equal to 0. അടുത്തത് ടിയുടെ പവറുകൾ ഇക്വേറ്റ് ചെയ്യുക. -2Z is equal to 1 or Z is equal to -half. അപ്പൊ എക്സ് വൈയുടെയും ഇസഡിന്റെയും കിട്ടി. ഈ ഇസഡിന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ എക്സ് കിട്ടും. ദാറ്റ് ഈസ് X minus half is equal to 0 or X is equal to half. അപ്പൊ മൂന്ന് പേരുടെയും ഡയമെൻഷൻ കിട്ടി, വാല്യൂസ് കിട്ടി. ഇനി എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. Therefore, time period is equal to K into L⁻X, that is equal to half. Xന്റെ വാല്യൂ ഹാഫ്. M⁻Y, വൈയുടെ വാല്യൂ 0 and G⁻⁻half. That is equal to K L⁻half divided by G⁻half. കാരണം M⁻0 എന്ന് പറയുന്നത് 1 ആണ്, അത് പോയി. G⁻⁻halfനെ താഴെ ഇറക്കി. അതിന്റെ അർത്ഥം ഇതിന്റെ ആൻസർ K into L⁻half √L ആണ്, √L by G. This is the answer. This is the equation for time period. But time period of this simple pendulum. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയുന്നു. Length of the time period of the simple pendulum may depends on length in X times, mass in Y times, G in Z times.
പ്രൊപ്പോർഷണാലിറ്റി മാറ്റുമ്പോൾ there is a constant. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മളുടെ എയിം എക്സും വൈയും ഇസഡും കണ്ടുപിടിക്കാം. അതിനെന്താ ചെയ്തത്? ഇവരുടെ ഡയമെൻഷൻസ് അങ്ങ് ഇട്ടു. ഇവിടെ എം ഇല്ല, എൽ ഇല്ല, അതുകൊണ്ട് m⁻0, l⁻0, t⁻1. കെക്ക് ഡയമെൻഷൻ ഇല്ല. എല്ലിന്റെ ഡയമെൻഷൻ എക്സ്, മാസിന്റെ ഡയമെൻഷൻ m⁻y, ഗ്രാവിറ്റി l⁻²⁻z. എക്സ്പാൻഡ് ചെയ്തു, ഒരേ ടേമുകളെല്ലാം കൂടെ ഒന്നിച്ചെഴുതി. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? എമ്മിന്റെ പവറുകളെ തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ y 0, എക്സ് പ്ലസ് ഇസഡും 0, -2z 1. അതിനകന്ന് ഇസഡിന്റെ വാല്യൂ കിട്ടി. ആ ഇസഡിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ നമുക്ക് കിട്ടി. ആ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ എടുത്ത് നമ്മൾ ആ ഇക്വേഷൻ, അതായത് ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ t = k × √L/g. അപ്പൊ ചോദിക്കും കെയുടെ വാല്യൂ അറിഞ്ഞൂടാ. കെയുടെ വാല്യൂ എനിക്ക് എത്രയാണെന്ന് അറിഞ്ഞൂടാ. കെയുടെ വാല്യൂ തരാനുള്ള കഴിവ് ഈ മെത്തേഡിനില്ല. അതാണ് ഒരു ഡിഫക്റ്റ്. അപ്പൊ ഇവിടെ വെച്ച് തന്നെ ഞാൻ ഡിഫക്റ്റ് കൂടെ പറഞ്ഞിട്ട് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് പറയാം. എന്താണ് ഡയമെൻഷണലിസത്തിന്റെ അഡ്വാൻറ്റേജസ്? എന്തായിരുന്നു? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, ടു ഡിറൈവ് ആൻ ഇക്വേഷൻ. ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് അറിയാമോ? ഒന്ന്, ടൈം പീരീഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കും എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഗസ് ചെയ്യണം. ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കാം, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുമായിരിക്കാം, ജിയെ ഡിപ്പെൻഡ് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഗസ് ചെയ്യണം. ഗസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം വിട്ടുപോയാൽ എന്ത് ചെയ്യും? അപ്പോൾ സാധാരണ കേസിൽ നിങ്ങൾ ജി കൺസിഡർ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. നമ്മൾ പറയും ലെങ്തിനെയും മാസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ജി നമ്മുടെ മനസ്സിൽ വരണമെന്നില്ല. വന്നില്ലെങ്കിൽ ആ ഇക്വേഷൻ തെറ്റാണ്. കാരണം ജിയെ ഡിപ്പെൻഡ് ചെയ്യും, ജി വേണം. ഇപ്പൊ ഞാൻ പറയുന്നതേ, ഇപ്പോൾ നമ്മൾ ഗസ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം പറഞ്ഞാൽ, ഞാനിപ്പോൾ നിങ്ങളുടെ ചോദിക്കുകയാണ് എൻ്റെ ഹെൽത്ത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങൾ പറയും. സാറിൻ്റെ ഭക്ഷണത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, സാറിൻ്റെ ഉറക്കത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ എക്സസൈസിനെ ഡിപ്പെൻഡ് ചെയ്യും, എൻവയോൺമെന്റൽ കണ്ടീഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇങ്ങനെ കുറേ പറയും. നിങ്ങൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കയ്യിലിരിപ്പിന്, എൻ്റെ സ്വഭാവത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ സ്വഭാവം നമ്മൾ ചിലപ്പോൾ പറയാൻ വിട്ടുപോകും. കാരണം എൻ്റെ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ നാട്ടുകാരുടെ അടികൊണ്ട് ചത്തുപോകും. കാരണം ഞാൻ രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ച് ജിമ്മിലൊക്കെ പോയി പെരുക്കിയിട്ട് ഞാൻ നാട്ടിൽ നിന്നോട്ട് പുറത്തിറങ്ങി റോഡ് ചെയ്യുന്നോട്ട് നാട്ടുകാരെ വഴക്ക് പറയുകയാണ്. നാട്ടുകാരെ വഴക്ക് പറഞ്ഞാൽ അവർ വിടുവോ? അവരെന്നെ വന്ന് എടുത്തിട്ട് മേഞ്ഞ് എന്നെ, അപ്പോൾ എൻ്റെ ഹെൽത്ത് അങ്ങ് ഉണങ്ങിപ്പോകും. അപ്പൊ അത് വിട്ടുപോയാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ തെറ്റായിരിക്കും. അപ്പൊ നമുക്ക് എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഗസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ശ്രമകരമാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ഗസ് ദ പാരാമീറ്റേഴ്സ് ഓൺ വിച്ച് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഗസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു ഡിഫക്റ്റ്. രണ്ടാമത്തത് ഓർത്തോണം, ഞാൻ ഇവിടെ ലെങ്തും മാസും ജിയും മാത്രമല്ലേ പറഞ്ഞുള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോന്ന് നിങ്ങളെ കൊണ്ട് നിങ്ങളടുത്ത് ഞാൻ ചോദിക്കുകയും ചെയ്തില്ല. ഞാനങ്ങ് പറഞ്ഞു. എന്താണെന്ന് അറിയാമോ? ഇവര് 3 പേരല്ലാതെ ഇനി ഒരാൾ കൂടെ വന്നാൽ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 ഫിസിക്കൽ പാരാമീറ്റേഴ്സ്, 3-ൽ കൂടുതൽ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താൽ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറൈവ്. ഇറ്റ് ഈസ് impossible to derive this equation if that physical quantity depends on more than 3 parameters. 3-ൽ കൂടുതൽ പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 ഡിഫക്റ്റ് മനസ്സിലായല്ലോ. ഡിഫക്റ്റ് ആയി ചോദിക്കുക പരീക്ഷയ്ക്ക്, ഉറപ്പായിട്ട് ചോദിക്കും നിങ്ങൾക്ക്. അപ്പൊ എന്താ ഒന്നാമത്തെ എന്തായിരുന്നു? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗസ് ദ പാരാമീറ്റേഴ്സ് ഓൺ വിച്ച് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് ഗസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തത് എന്താണ്? ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി 3-ൽ കൂടുതൽ പാരാമീറ്റേഴ്സിന് ഡിപ്പെൻഡ് ചെയ്താൽ ഡിറൈവ് ചെയ്യാൻ പറ്റത്തില്ല. മൂന്നാമത്തെ എന്താണെന്ന് അറിയാമോ? ഇതിന്റെ വാല്യൂ കിട്ടത്തില്ല, കെയുടെ വാല്യൂ കിട്ടത്തില്ല. ഇറ്റ് ഈസ് the dimensional analysis doesn't give any value of proportionality constants or dimensionless constants. ഇത് ഏത് അനാലിസിസ് ആണ്? ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അപ്പൊ ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റികളുടെ വാല്യൂ അവൻ തരില്ല. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻസ്
ഡയമെൻഷൻലെസ് കോൺസ്റ്റന്റ് ഇവരുടെ ഒന്നും വാല്യൂ എത്രയാണെന്ന് പറയും. ഇതിന്റെ ശരിക്കും ഇതിന്റെ വാല്യൂ 2π ആണ്. കെയുടെ വാല്യൂ 2π ആണ്. അത് ഇവിടെ നിന്ന് കിട്ടത്തില്ല, അത് വേറെ മെത്തേഡിൽ കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് ഡയമെൻഷൻ അനാലിസിന്റെ 3 ഡീമെറിറ്റ്. മനസ്സിലായല്ലോ? It is very difficult to guess the parameters on which that physical quantity depends. If a physical quantity depends on more than 3 parameters, it is impossible to derive the equation. മൂന്നാമത്തത്, it doesn't give any idea about proportionality constant. Proportionality constantകളെ കുറിച്ച് ഒരു ഐഡിയയും അവൻ പറയില്ല. ഇത് മൂന്നുമാണ് ഡിഫക്റ്റ്. അപ്പൊ 2 അഡ്വാൻറ്റേജുമായി 3 ഡിഫക്റ്റും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ നിങ്ങൾക്ക് വീണ്ടും കാണണമെങ്കിൽ ഈ വീഡിയോ അവിടെ ഉണ്ടാവും. നിങ്ങൾ ഇട്ട് റിപ്പീറ്റ് ചെയ്ത് കണ്ട് വീണ്ടും നന്നായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെ വേറൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു സാധനമാണ്, ഒരു ന്യൂട്ടൺ എത്ര ജൂളാണ്, സോറി എത്ര ഡൈൻസ് ആണ്. ഡൈൻസ് എന്ന് പറയത്തില്ല, ഡൈൻ. ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ ആണ്, അല്ലെങ്കിൽ ഒരു ജൂള് എത്ര എർഗാണ്. അത് രണ്ടെണ്ണം കാണാൻ പഠിച്ചു വെക്കുന്നതാണ്. എന്നാലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം 3 അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, ടു ഡിറൈവ് ആൻ ഇക്വേഷൻ. 3, ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻറ്റു അനദർ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഞാൻ അതൊന്ന് പറയാൻ പോവുകയാണ്. നമ്മുടെ ഒരാൾ ചോദിക്കുകയാണ്, ഒരു ന്യൂട്ടൺ എത്ര ഡൈനാണ്? n ഡൈൻ. എന്നിന്റെ വാല്യൂ എത്ര? 1 ന്യൂട്ടൺ. അല്ലെങ്കിൽ നേരെ തിരിച്ചു ചോദിക്കാം, എത്ര ന്യൂട്ടൺ ആണ് ഒരു ഡൈൻ? തിരിച്ചു മറിച്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുന്നു, n1 ന്യൂട്ടൺ is equal to n2 ഡൈൻ. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ആരെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒരു ന്യൂട്ടൺ എത്ര ഡൈൻ എന്നറിയണോ, അതോ ഒരു ഡൈൻ എത്ര ന്യൂട്ടൺ എന്നറിയണോ, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോ തൽക്കാലം ചെയ്യുന്നത് n1 is equal to 1, അതായത് 1 ന്യൂട്ടൺ എത്ര ഡൈൻ എന്ന് കണ്ടുപിടിക്കണം. 1 ന്യൂട്ടൺ is equal to how many dynes എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ n1 is equal to 1, n2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഞാൻ ചെയ്യാൻ പോണത്, n1ന്റെ വാല്യൂ ഞാൻ 1 ഇടുന്നു. എന്നിട്ട് ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ആണല്ലോ, ഫോഴ്സിന്റെ ഡയമെൻഷൻ ഞാൻ ഇവിടെ എഴുതുന്നു. mLT⁻². ശ്രദ്ധിച്ചോണം, ഈസ് ഈക്വൽ ടു n2 ഇൻറ്റു ഡൈനിന്റെ ഡയമെൻഷൻ, അതും ഫോഴ്സ് തന്നെയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു mLT⁻². പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ എടുക്കേണ്ടത്. n1 is equal to 1 into m1L1 T1⁻², n2 into m2L2 T2⁻². അതെന്തുവാ സാറേ? m1 is the mass in SI system, L1 is the length in SI system, T1 is the time in SI system. ഡൈൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ CGS യൂണിറ്റ് ആണ്. അപ്പോൾ m2L2 T2 എന്ന് പറയുന്നത് എന്തായിരിക്കണം? മാസ്, ലെങ്ത് ആൻഡ് ടൈം ഇൻ CGS. അപ്പൊ ഇത് മാസ് SI system, length SI system, time SI system. m2 മാസ് CGS, ലെങ്ത് CGS, ടൈം CGS. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n2 ആണ്. ശ്രദ്ധിച്ചോണം. therefore n2 is equal to m1 divided by m2, ഞാൻ ഇതിനെ ഇപ്പുറം കൊണ്ടുവന്നു, into L1 divided by L2 into T1 divided by T2 the whole raised to -2. മനസ്സിലായോ? ഇത്രയും പേരെ എടുത്ത് നമ്മൾ ഇവിടെ താഴെ കൊണ്ടുവച്ചു. അപ്പൊ m1/m2, L1/L2, T1/T2 the whole raised to -2. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? m1 എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻ SI സിസ്റ്റം. അവന്റെ യൂണിറ്റ് ഇട്ട് കൊടുക്കുക, കിലോഗ്രാം. m2 is the mass in CGS system. അവന്റെ യൂണിറ്റ് ഇടുക, ഗ്രാം. Length in SI system, that is meter. Length in CGS system, that is equal to centimeter into second by second raised to -2. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് ഏത് സിസ്റ്റത്തിലായാലും. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോയി, മീറ്ററും ക്യാൻസലായി, ഗ്രാമും ക്യാൻസലായി. കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻³ ആണ്. അത് പിന്നീട് പഠിപ്പിക്കും, പ്രൊഫിക്സുകൾ പഠിപ്പിക്കുമ്പോൾ അവിടെ പഠിപ്പിക്കും. കിലോ എന്ന് വെച്ച് തൽക്കാലം ഓർത്തിരിക്കുക, കിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻³ ആണ്.
സെന്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻². അപ്പോൾ സെന്റിയുടെ വാല്യൂ എന്ത് വരും? 10⁻². 10⁻² മേളിൽ പോകുമ്പോൾ എന്താണ്? 10⁵. ഇനി നിങ്ങൾ എന്തെഴുതണം? N2ന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കുമ്പോൾ 1 Newton is equal to 10⁵ dynes. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് എർഗിനെ കൂടെ ഞാനൊന്ന് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഇത് അവിടെ കിടക്കട്ടെ, അത് അവിടെ കിടക്കട്ടെ. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. ഒന്നുകൂടെ പറയാൻ പെട്ടെന്ന് കേട്ടോളുക. ടു കൺവേർട്ട് N1 Newton to N2 dynes. ഇതിനകത്ത് നിങ്ങൾക്ക് ഏതിനെ ഏതിലേക്ക് മാറ്റണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ നേരത്തെ ചെയ്ത് ഒരു ന്യൂട്ടനെ എത്ര ഡൈൻ എന്ന് പറഞ്ഞു. ഇനി ഞാൻ തിരിച്ചു പറയാൻ പോവുകയാണ്. N2 is equal to 1. 1 ഡൈൻ എത്ര ന്യൂട്ടൺ ആണെന്ന് പറയണം. അപ്പോൾ N1ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇത് രണ്ടും ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? N1 into ന്യൂട്ടൺ എന്ന് പറയുന്ന ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ SI സിസ്റ്റം ആണ്. അതിന്റെ ഡയമെൻഷൻ എഴുതുക. M1 L1 T1 raised to -2 is equal to N2 1 ആണ്. 1 into M2 L2 T2 raised to -2. ഇവിടെ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? M1 L1 T1 are the mass length time in SI system. M2 L2 T2 are the mass length time in CGS system. നമുക്ക് N1 കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇവരെല്ലാം അപ്പുറം കൊണ്ടുപോകുമ്പോൾ M2 L2 T2 raised to -2 ഇത് അപ്പുറത്ത് ചെല്ലുമ്പോൾ M1 L1 T1 raised to -2. M2 എന്താണ്? മാസ് ഇൻ CGS സിസ്റ്റം. അവന്റെ യൂണിറ്റ് എന്താണ്? ഗ്രാം. ബൈ മാസ് ഇൻ SI സിസ്റ്റം, ദാറ്റ് ഈസ് കിലോഗ്രാം. ലെങ്ത് ഇൻ CGS സിസ്റ്റം സെന്റിമീറ്റർ. ലെങ്ത് ഇൻ SI സിസ്റ്റം മീറ്റർ. മറ്റേത് സെക്കൻഡ് ബൈ സെക്കൻഡ് റേസ് ടു -2. ഇത് ക്യാൻസലായി. ഗ്രാമും പോയി, മീറ്ററും പോയി. 10⁻², താഴെ 10⁻3. ഇത് പോകുമ്പോൾ 10⁻5. അതിന്റെ അർത്ഥം എന്താണ്? N1 that is 10⁻5 Newton is equal to 1 dyne. അപ്പോൾ ഒരു ഡൈൻ എന്ന് പറയുന്നത് 10⁻5 ന്യൂട്ടൺ ആണ്. തിരിച്ച് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁻5 ഡൈനുമാണ്. ഇതാണ് ആദ്യമേ ഡിറൈവ് ചെയ്ത്, ഇതാണ് ഇപ്പോൾ ഡിറൈവ് ചെയ്ത്, ഇതാണ്. ഇങ്ങനെയാണ് ഒരു സിസ്റ്റം ഓഫ് യൂണിറ്റിനെ വേറൊരു സിസ്റ്റം ഓഫ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയുന്നു. N1 ജൂൾ ഈസ് ഈക്വൽ ടു N2 എർഗ്. ഇത് വർക്കിന്റെ യൂണിറ്റ് ആണ്. ജൂള് SI യൂണിറ്റ് ഓഫ് വർക്ക്, എർഗ് CGS യൂണിറ്റ് ഓഫ് വർക്ക്. എങ്ങനെ കൺവേർട്ട് ചെയ്യും? എന്ത് ചെയ്യണം? ഞാൻ ഒരു ജൂൾ എത്ര എർഗ് എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് N1 ഈസ് ഈക്വൽ ടു 1. N2ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഞാൻ എന്ത് ചെയ്യുന്നു? 1 into ജൂളിന്റെ ഡയമെൻഷൻ കൊടുക്കുക. ML വർക്കിന്റെ ഡയമെൻഷൻ ML² T raised to -, that is M1 L1 T1 raised to -2 is equal to N2 into M2 L2 T2 raised to -2. Therefore N2 is equal to M1 divided by M2 into L1 divided by L2 the whole square into T1 divided by T2 the whole raised to -2. ഇനി ഇവരുടെ ഡയമെൻഷൻസ് ഇട്ട് കൊടുക്കുക. എടുക്കുമ്പോൾ എന്ത് പറ്റും? M1 is a mass in SI system, that is kilogram by gram into SI system meter divided by centimeter the whole square. മറ്റേത് സെക്കൻഡ് ബൈ സെക്കൻഡ് raised to -2. ഇത് ക്യാൻസൽ ആയി പോയി. ഗ്രാമും ക്യാൻസലായി, മീറ്ററും ക്യാൻസലായി. ബാക്കി എന്ത് വരും? K into, ശ്രദ്ധിച്ചോണേ, K into 1/c². 1/c². K എന്ന് വെച്ചാൽ എത്രയാണ്? 10⁻3. സെന്റി എത്രയാണ്? 10⁻². അതിന്റെ സ്ക്വയർ ആകുമ്പോൾ 10⁻4. അത് മേളിൽ പോകുമ്പോൾ 10⁻7. Therefore 1 joule is equal to 10⁻7 erg. ഇതാണ് അതിന്റെ. ഇത് നിങ്ങൾ പാടായിട്ട് തോന്നരുത്, ഇതൊക്കെ ചോദിക്കാം. ഇപ്പൊ 3 അഡ്വാൻറ്റേജ് ഡയമെൻഷണൽ അനാലിസിന്, 3 അഡ്വാൻറ്റേജും 3 ഡിസഡ്വാൻറ്റേജും. ഒരു അഡ്വാൻറ്റേജ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, സെക്കൻഡ് ടു ഡിറൈവ് ആൻ ഇക്വേഷൻ, 3 ടു കൺവേർട്ട് വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻടു അനദർ.
ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗസ് ദ പാരാമീറ്റേഴ്സ് ഓൺ വിച്ച് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ്. സെക്കൻഡ് എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറൈവ് ആൻ ഇക്വേഷൻ ഇഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 പാരാമീറ്റേഴ്സ്. ലാസ്റ്റ് വൺ എന്താണ്? ദർ ഈസ് നോ ഐഡിയ അബൌട്ട് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻസ് ഓർ ഡയമെൻഷൻലെസ് കോൺസ്റ്റൻസ്. ഡയമെൻഷൻ അനാലിസിസ് നന്നായിട്ട് പഠിക്കുക. ഇതാണ് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേറെയൊക്കെ വരും. തൽക്കാലം നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇത് ഇച്ചിരി നല്ല ലെങ്തി ആയിപ്പോയി. ഇത്രയും പഠിപ്പിച്ച് നിർത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ റീവൈൻഡ് ചെയ്ത് വീണ്ടും നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക, മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ഇത് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂടാതെ ഷെയർ കൂടി ചെയ്യണം മറ്റുള്ളവർക്ക്. നിങ്ങളുടെ കാറ്റഗറിയിൽ പെടുന്ന +1 പഠിക്കുന്ന മറ്റു കുട്ടികൾ കൊടുക്കുക, അവർക്കും ഗുണകരമാവട്ടെ. ഓക്കെ.